മുന്നണി സമവാക്യങ്ങൾ തകിടം മറിഞ്ഞു. കട്ടപ്പന മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോൺഗ്രസ് ഐ ഗ്രൂപ്പിന് വിജയം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് എ വിഭാഗം വിട്ടുനിന്നു. കട്ടപ്പന മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഭരണം വർഷങ്ങളായി UDFന്റെ കൈകളിലാണ്. കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ 9 എണ്ണം ഐ ഗ്രൂപ്പിനും 1 എണ്ണം എ ഗ്രൂപ്പിനും 3 സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിൽ നിന്ന് മാറിയതിനാൽ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്ന 3 സീറ്റിനെ ചൊല്ലിയാണ് കോൺഗ്രസ് AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കമുണ്ടായത്. ചർച്ചകൾ വിജയിക്കാതെ വന്നതോടെ ഐ ഗ്രൂപ്പ് 12 സീറ്റിലും ജോസഫ് വിഭാഗത്തിന് 1 സീറ്റും നൽകി UDF പാനലായി മത്സര രംഗത്തെത്തി. എ ഗ്രൂപ്പ് 5 സീറ്റിലും നോമിനേഷൻ നൽകി. തെരഞ്ഞെടുപ്പ് സജീവമായതോടെ എ ഗ്രൂപ്പ് മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു. മത്സരത്തിൽ ജോർജ് ജോസഫ് പടവൻ നേതൃത്വം നൽകിയ UDF പാനൽ വിജയിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തുവരുമെന്നാണ് സൂചന. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.